നമസ്കാരം, ജോബി വിധത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് മുരിക്കാശ്ശേരി നമ്മുടെ പാലിയേറ്റീവിലാണ് ഉള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ മറിഞ്ഞ് ആക്സിഡൻ്റ് ആയിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്നു. ചേട്ടന് 2 കുട്ടികളാണുള്ളത്. ഒരു കൊച്ചിന് 13 വയസ്സ്, ഒരു കൊച്ചിന് 6 വയസ്സ്. 4 കൊല്ലമായിട്ട് ഈ ചേട്ടനെ ശുശ്രൂഷിക്കുന്നത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം. അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്നു. 4 വർഷമായിട്ട് അപ്പച്ചൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊച്ചാണല്ലേ? കൊച്ചാണ്. ഇപ്പം അമ്മ പോയ ആ ഒരു സമയത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ ചേട്ടനെ കുറിച്ച് അന്വേഷിക്കാനൊന്നും വന്നില്ലേ? എങ്ങനെയാ ചേച്ചി? പിന്നെ വന്നിട്ടില്ല. ഇപ്പം ഈ ഒരു അവസ്ഥ ഡോക്ടർ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇനി തുടർന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? തുടർന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് പറയുന്നു. തുടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു രക്ഷയില്ല. ആകെ ചേട്ടനായിരുന്നു വീട്ടിലെ ഒരു ആയിരുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പം നേരിട്ട് തന്നെ കണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ പേരുള്ള വല്യപ്പച്ചനും വല്യമ്മയുണ്ട് അല്ലേ? അമ്മച്ചനുണ്ട്. അവർക്കും നല്ല പ്രായമായതാണ്. അവർക്കും ഇപ്പോൾ വന്ന് നോക്കാനോ ശുശ്രൂഷിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എൻ്റെ പേര് ലിജോ എന്നാണ്. ഞാൻ കുഞ്ചത്തലിൻ്റെ അടുത്ത് താമസിക്കുന്നത്. വണ്ടി ആക്സിഡൻ്റ് ആയതാണ്. സ്പൈനൽ കോഡ് പേഷ്യൻ്റാണ്. അരയ്ക്ക് തളർന്നു പോയത്. ഓട്ടോറിക്ഷ നിറഞ്ഞതാണ്. 2 പിള്ളേരുണ്ട്. വൈഫ് ഇട്ടിട്ട് പോയി. അമ്മയും അച്ഛനും ഉണ്ട്. ഒരു കുഞ്ഞു കൊച്ചുമുണ്ട്. ജീവിക്കാൻ മാർഗമൊന്നുമില്ല. ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. ഞാനിവിടെ പാലിയേറ്റീവ് കെയറിലാണ് ഇപ്പോൾ കിടക്കണേ. കൊച്ചിപ്പോൾ 8ാം ക്ലാസ്സിലായി. നോക്കാൻ വേറെ ആരുമില്ല. കൊച്ചാണ് നോക്കാനുള്ളത്, വേറെ ആരും നോക്കാനില്ല. എന്നെ സഹായിക്കണം. മരുന്ന് മേടിക്കാനാണേലും കൊച്ചിൻ്റെ പഠിത്തത്തിനാണേലും ഒക്കെ എന്നെ സഹായിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര നാളുണ്ടായിരുന്നു? ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം. 1 മാസം അടുത്ത് ഹോസ്പിറ്റലുണ്ടായിരുന്നു അല്ലേ? വീട്ടിലെ ഓക്കെ. ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നു. അതായത് 10-20 ദിവസം ആയിരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആയതിനു ശേഷമാണോ ചേച്ചി പോയത്? 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇട്ടിട്ട് പോയത്. നമ്മുടെ ഇതിന് ശേഷം 2 കൊല്ലം നമുക്ക് നമ്മൾ നോക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഇട്ടിട്ട് പോയി. ഒരാളുടെ കൂടെ പോയി. അപ്പം പിന്നീട് വരികയോ നമ്മളെ ഈ പിള്ളേരെ കുറിച്ച് അന്വേഷിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടില്ല? തികച്ചും ഔപചാരികമായിട്ടാണ് ഞാനിവരെ കാണാനായിട്ട് ഇടയാണ്. ഇത് മുരിക്കാശ്ശേരിയിൽ ജോലി സംബന്ധമായിട്ട് കാര്യത്തിന് വന്നപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഈ പെൺകുട്ടി കടയിൽ വരുന്നതൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇന്നുപോലെ അച്ഛൻ തളർന്നു കിടക്കുന്നു, വേറെ ആരും നോക്കാനില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ, പിന്നെ സഹോദരി കാരണന്മാരാണ് അനിയത്തിയെ നോക്കുന്നത്, ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായി. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി. വളരെ പരിതാപാവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. 4-4.5 വർഷമായിട്ടൊരു പെൺകുട്ടി ഒരു അച്ഛനെ നോക്കുന്നു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പിള്ളേർ വിദ്യാഭ്യാസം അല്ല വളരെ കഷ്ടത്തിലാണ്. വേറെ ആരും ഇവരെ സംരക്ഷിക്കാനായിട്ടില്ല. ഒരു ആദ്യഘട്ടങ്ങളിലൊക്കെ കുറേ ആളുകളൊക്കെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇപ്പോൾ നിലവിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അനിയത്തിനെ സംരക്ഷിക്കാനോ ഒന്നും വേണ്ട വിധത്തിൽ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷ, നിങ്ങളെ കൊണ്ടാവുന്ന വിധം ഒരു ചെറിയ തുകയെങ്കിലും ഇവർക്ക് കൊടുത്ത് സഹായിക്കണം. ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉതകും. മറ്റാരും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളുടെ ഒരു കനിവ് ഇവർ തേടുന്നുണ്ട് എന്ന് ഒരു അപേക്ഷയുണ്ട്. കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി, അത് ഭദ്രമാക്കുവാൻ നമ്മുടെ പ്രേക്ഷകരെ കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഒന്നും നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല നമ്മളൊന്നും ചെയ്യുന്നത്. നമ്മളിങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മുടെ ലോകം അറിയണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്നെ വരാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു കൊച്ച് 4 വർഷമായിട്ട് അപ്പനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത് എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ
എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ ഒരു കുട്ടിയുടെ, ഈ കൊച്ചിൻ്റെ മാത്രമല്ല ഒരു അനിയത്തി കുട്ടിയുണ്ട്, ഈ 2 കുട്ടികളുടെയും ഫ്യൂച്ചർ നമുക്ക് ഭദ്രമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ഒപ്പം തന്നെ നമുക്ക് ചേട്ടൻ്റെ തുടർന്ന് ചികിത്സയും ഇതിനൊപ്പം തന്നെ നടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അക്കൗണ്ട് നമ്പർ നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു.